ടെർമിനേറ്റർ സീറോ എപ്പിസോഡ് 7 സ്പോയിലർ ടോക്ക്. സോ ഇതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ഈ മാൽക്കത്തിൻ്റെ അടുത്ത് കൊക്കറോ ഇങ്ങനെ പറയുന്നതാണ്, ഞാൻ നിങ്ങളുടെ ഫയലെല്ലാം പഠിച്ചു, അപ്പം നിങ്ങൾക്ക് 1987 മുമ്പ് നിങ്ങളെപ്പറ്റി ഒന്നും ഇല്ലെന്നോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ ഇയാൾ പറയും ഞാൻ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്. അത് ഈ കൊക്കറോ എന്നെ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇയാൾ പറയും യെസ് ഐ എം കമ്മിങ് ഫ്രം ദ ഫ്യൂച്ചർ. 2025 ഇയാൾ ജനിക്കുന്നത്. ഈ മാൽക്കം ലീ ജനിച്ചിട്ട് പുള്ളി കുറേ നാൾ റെസിസ്റ്റൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ചെറുപ്പം തൊട്ടേ ചെറിയ കുട്ടികളെ വരെ അവർ റെസിസ്റ്റൻസുകാരിങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇയാൾ കുറേ ടെർമിനേറ്റേഴ്സിനെയൊക്കെ പിടിച്ച് ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര പാടാണ് ടെർമിനേറ്റേഴ്സിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ ടെർമിനേറ്റേഴ്സിനെയൊക്കെ റീപ്രോഗ്രാം ചെയ്യുന്ന പരിപാടിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഈ കമ്പ്യൂട്ടേഴ്സായിട്ടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഫ്യൂച്ചർ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പുതിയൊരു ഐഡിയ ഈ റെസിസ്റ്റൻസ് ലീഡേഴ്സിൻ്റെ അടുത്ത് പറയും. ഈ ടെർമിനേറ്റേഴ്സിനെ പിടിച്ച് അവരെ റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുദ്ധം ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവരത് സമ്മതിക്കില്ല, ഇത് മണ്ടൻ ആശയാന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളയും. അപ്പോൾ അയാളുടെ ഒരു ലാബ് പോലത്തെ ഒരു ചെറിയ സെറ്റപ്പിലിരുന്ന് പുള്ളി കുറേ പണിയെടുത്ത് ഒരു പുതിയൊരു റോബോട്ടിനെ ഉണ്ടാക്കും. പുള്ളി പറയണത് ആ സ്കൈനെറ്റിന് ഒരു പ്രോഗ്രാമിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിംഗ് കൊണ്ട് എങ്ങനെയൊക്കെയോ ആ സ്കൈനെറ്റിന് തോന്നി ഹ്യൂമൻസ് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിന് ത്രെറ്റാണെന്ന്. സോ ഇത് ഒരു പ്രോഗ്രാമിങ്ങും ഇല്ലാതെ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലത്തെ രീതിയിൽ ഒരു AI ഉണ്ടാക്കി. അതാണ് ഈ മിസാക്കി ഉണ്ടാക്കിയിട്ട് ആ റോബോട്ട് ചോദിക്കും എന്താണ് എൻ്റെ പേര്, എന്താണ് നിങ്ങൾ എന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാനായിട്ടൊരു പേര് ഇടുന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് കിട്ടുമോ. അപ്പോൾ ഞാനായിട്ടൊരു പേരിട്ട് കഴിഞ്ഞാൽ എൻ്റെ ചിന്തകളൊക്കെ നിങ്ങളുടെ രീതിയിലേക്ക് നിങ്ങളേക്ക് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ സ്വയം ഇട്ടോ എന്ന് പറയും. അങ്ങനെയാണ് അത് സ്വയം മിസാക്കി എന്നുള്ള പേരൊക്കെ ഇടും. എന്നിട്ട് ഇതിങ്ങനെ കുറേ നേരം ഈ മിസാക്കിയുടെ അടുത്ത് കുറേ നേരം ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ഹ്യൂമൻസ് എന്താണ് ഏതാണെന്നൊക്കെ ഇങ്ങനെ മിസാക്കി ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഹ്യൂമൻസിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ നേരത്ത് ഈ റെസിസ്റ്റൻസ് ലീഡേഴ്സ് വന്ന് മനസ്സിലാക്കും ഇയാൾ ഇങ്ങനെ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ ഈ റോബോട്ടിനെ നശിപ്പിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വരും. ഇയാൾക്ക് ദേഷ്യം വന്ന് പെട്ടെന്ന് അയാൾ അവിടെ വന്ന റെസിസ്റ്റൻസ് ലീഡേഴ്സും കൂടെ വന്ന സോൾജേഴ്സിനെയൊക്കെ ഇയാൾ അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും കൊന്നു കഴിഞ്ഞിട്ട് ഇയാൾ വേഗം ഒരു ടൈം മെഷീൻ ബിൽഡ് ചെയ്യും. അത് ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അവർ ബിൽഡ് ചെയ്ത് അയാൾക്ക് അധികം 10-20 വയസ്സുണ്ട്. ആ നേരത്താണ് അയാൾ ബിൽഡ് ചെയ്ത് ഇയാളും ഈ മിസാക്കിയും കൂടെ പാസ്റ്റിലേക്ക് പോകും. 1983 പോകും. 83 പോയിട്ട് അവർ തീരുമാനിക്കും ഈ എന്തായാലും 1997 ഇത് നടക്കും, ഈ ജഡ്ജ്മെൻ്റ് ഡേ നടക്കും. സോ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും അത് നിർത്തണം എന്ന് വിചാരിച്ചിട്ട് ഇയാളും മിസാക്കിയും കൂടെ ഒരു കോർട്ടെക്സ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ കമ്പനിയിൽ കയറി അവിടെ വർക്ക് ചെയ്ത പുള്ളി അവിടുത്തെ ടോപ്പ് പൊസിഷനിലെത്തി. അവിടെ മിസാക്കിയും ഇയാളും കൂടെ ചേർന്ന് ഇപ്പോൾ ഈ കൊക്കോറെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവസാനം പറയും കൊക്കോറെ ആക്ടിവേറ്റ് ചെയ്യാൻ മിസാക്കിയുടെ ചിപ്പ് വേണം, മിസാക്കിയുടെ CPU വേണം. അങ്ങനെ മിസാക്കി ആ CPU ഇയാൾക്ക് കൊടുക്കും. അങ്ങനെ ഇവർ കൊക്കോറയെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ മിസാക്കിക്ക് പിന്നെ നേരത്തെ ഉണ്ടായതൊന്നും ഓർമ്മയില്ല. പക്ഷെ അപ്പോഴും ഒരു റോബോട്ട് പോലെയാണ് മിസാക്കി ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഇയാളുടെ ഐഡിയ ഈ കൊക്കറോ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിംഗ് ഒന്നും ചെയ്യാത്ത ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിന് സ്വയം തീരുമാനിക്കാം ഹ്യൂമൻസ് നല്ലതാണോ അല്ലയോ, അല്ലെങ്കിൽ ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാമോ എന്നൊക്കെ അതിന് സ്വയം തീരുമാനിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സ്കൈനെറ്റിനെ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇയാൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ നേരത്ത് മിസാക്കി ഈ CPU ഊരി കഴിഞ്ഞപ്പോൾ മിസാക്കി സാധാരണ ഒരു റോബോട്ടിനെ പോലെ ഇങ്ങനെ പെരുമാറുന്നു. ഹായ് ഹലോ വേൾഡ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതിനെങ്ങനെയാണ് ഒരു ഫീലിങ്സ് ഉണ്ടായത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇത് ഇങ്ങനെ ഭയങ്കര വളഞ്ഞുള്ള രീതിയിൽ മൂക്കിൽ പിടിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ ഉണ്ടാകുന്നത് ഈ മിസാക്കിയും 2 പിള്ളേരും മറ്റേ അവിടെ നിൽക്കുന്നു, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇന്നോ റോബോട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഇന്നോ റോബോട്ട് കൊക്കറോയ്ക്ക് മെസ്സേജ് അയക്കും ഇവിടെ ഇവരുണ്ട്. അപ്പോൾ ആ നേരത്ത് മറ്റേ ടെർമിനേറ്റർ ഏറ്റവും മൂത്തവനെ പിടിച്ചുകൊണ്ട് പോയ ടെർമിനേറ്റർ അവനെയും കൂട്ടിക്കൊണ്ട് ഈ കൊക്കറോ ഇരിക്കുന്ന ആ ഓഫീസിലെത്തും. അവിടേക്ക് എത്തിക്കഴിഞ്ഞ് വാതിൽ തുറക്കാൻ ഈ മൂത്ത മകൻ പറയും വാതിൽ തുറക്കൂ. അപ്പോൾ ഇയാൾ ചോദിക്കും നിൻ്റെ കൂടെ ഒരു ടെർമിനേറ്റർ ഉണ്ടെന്ന് പറയും. അപ്പോൾ അയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ. അപ്പോൾ ഇയാൾ പറയും ഞാൻ വാതിൽ തുറക്കില്ല,
എനിക്ക് നിനക്ക് നല്ലത് വരണമെന്നാണ് എനിക്ക് ആഗ്രഹം, പക്ഷെ ഞാൻ വാതിൽ തുറക്കില്ല. ഇയാൾ ഈ 1983 വന്നു കഴിഞ്ഞിട്ട് അയാൾ ഒരു ഫാമിലിയൊക്കെ തുടങ്ങി, ഇങ്ങനെ കല്യാണമൊക്കെ കഴിച്ച് ഫാമിലി തുടങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒരു സംഗതി, ഇയാൾ ഹ്യൂമാനിറ്റിക്ക് വേണ്ടി സ്വന്തം മകനെ സാക്രിഫൈസ് ചെയ്യണു എന്നുള്ള ഒരു രീതിയിലാണ് ഇത് പോകണേ. അത് കണ്ടിട്ട് കൊക്കറോ ഇവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു സംഗതിയിലാണ് പോകുന്നത്. സോ ഇത് എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ വളഞ്ഞു കെട്ടി ഇതാണ് സംഗതി. ഇത് അത്ര ഒരു വലിയ ഒരു ഭയങ്കര പുതിയ ന്യൂ ഡയറക്ഷനിലൊന്നും പോയിട്ടില്ല. രണ്ടാമതൊരു AI വന്നു, അത് നമ്മളെ രക്ഷിക്കണു എന്നൊക്കെയുള്ള രീതിയിൽ ആണ് പോകുന്നത്. വീണ്ടും ജഡ്ജ്മെൻ്റ് ഡേ നിർത്താൻ പോകുന്നു എന്നുള്ളൊരു സംഗതി തന്നെ വേറൊരു രീതിയിൽ, വളഞ്ഞ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അത് ഈ മിസാക്കി എടുത്ത് അതിൻ്റെ CPU എടുത്ത് വേറൊരു AI കൊണ്ടുവന്നു. അപ്പോൾ മൊത്തം 3 AIയോ എന്തോരത് എനിക്കറിയില്ല. ഇത് വല്ലാതെ എനിക്കൊരു ഒട്ടും റിലേറ്റബിളായിട്ട് തോന്നിയില്ല.